ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാക്ക് കുർത്തിയിൽ എങ്ങനെ ഒരു നെക്ക് ഡിസൈൻ കട്ട് ബീഡ്സ് കൊണ്ട് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കാണിച്ചേക്കുന്ന ഒരു ആരി വർക്കാണ്, പക്ഷേ നമുക്കിത് നോർമൽ നീഡിലുകൊണ്ട് തന്നെ ചെയ്തെടുക്കാം. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ കട്ട് ബീഡ്സും റൗണ്ട് ബീഡ്സും മാത്രമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മളിതുപോലെ ജസ്റ്റ് ക്ലോത്തിലൊന്ന് റൗണ്ട് നെക്കൊന്ന് റൗണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഡിസൈൻ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ വരുന്ന ഒരു വര മാത്രം കുറച്ച് നീളത്തിൽ വരയ്ക്കുക. ബാക്കിയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയാണ് വരയ്ക്കുക. നമുക്ക് ആ ഒരു ഡിസൈൻ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുമല്ലോ. ആ ഒരു രീതിക്ക് നമുക്കങ്ങ് വരച്ചു കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നെക്ക് ലൈനിൽ ഇതേ ഡിസൈൻ തന്നെ നമ്മൾ ബീഡ്സ് കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കട്ട് ബീഡ്സും പിന്നെ റൗണ്ട് ബീഡ്സുമാണ്. ഞാൻ എടുത്തേക്കുന്നത് ചെറിയ കട്ട് ബീഡ്സാണ് കേട്ടോ. പിന്നെ ഇതുപോലെ റൗണ്ട് ബീഡ്സുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് നോർമൽ നീഡിൽ നമ്പർ 9 അല്ലെങ്കിൽ 10, അതാണ് ഏറ്റവും ചെറിയ നീഡിൽ. അത് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യുമ്പം ഈ ചെറിയ നീഡിലാണെങ്കിൽ മാത്രമേ നമുക്ക് ബീഡ്സ് കടന്നു പോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു നീഡിലെടുക്കും. അതിനുശേഷം ഇതുപോലെ കട്ട് ബീഡ്സ് ഞാനിപ്പോൾ ഒരു 5 എണ്ണം വീതം എടുത്തിട്ടുണ്ട്. കാരണം ഇത് ചെറിയ കട്ട് ബീഡ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് 5 എണ്ണം വീതം എടുത്തേക്കുന്നത്. കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഒക്കെ എടുക്കാവുള്ളൂ. പക്ഷേ ഈ ഒരു ഡിസൈന് ചെറിയ കട്ട് ബീഡ്സ് ആണ് നല്ലത്. അതാണ് ഭംഗി കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ബീഡ്സ് വർക്ക് ചെയ്തതിൻ്റെ 3-4 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാത്തിനകത്തും കാണിച്ചിട്ടുള്ള ഒരു രീതിയാണ്. നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഒരു ബീഡ് ബാക്കിലേക്ക് പുറകിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ആ ബീഡിനുള്ളിലൂടെ സൂചി കടത്തിയെടുക്കും. കാരണം ഇത് സെക്യൂറായിട്ട് നിൽക്കണം. നല്ല സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാവും. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ല ഡിസൈനാണ്. അപ്പം ഞാൻ കാണിച്ച ഒരു ഡിസൈൻ്റെ നെക്ക് ലൈനിൽ നമ്മൾ 2 ലെയറായിട്ടാണ് ഇത് ചെയ്തേക്കണത്. ഞാനിപ്പോൾ ഒരു ലെയറേ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ 2 ലെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. 2 ലെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നല്ല കളറുള്ള കട്ട് ബീഡ്സൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എടുപ്പായിരിക്കും ബ്ലാക്കിൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ബീഡ്സിനുള്ളിലൂടെ ഞാൻ ഈ കാണുന്ന പോലെ നമ്മൾ 5 എണ്ണം വീതം എടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു 5ാമത്തെ ബീഡിനുള്ളിലൂടെ കടത്തിയാണ് എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി അല്ലെ? കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ നോർമൽ നീഡിലോട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിലേ ബീഡ്സ് സെക്യൂറായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു നെക്കിൻ്റെ ബോർഡർ ഇതേപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ആരി വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ചെയ്യാനായിരിക്കും എളുപ്പം. അപ്പം സാധാരണക്കാർക്ക് അത് ചെയ്യണമെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നമുക്കിത് സാധാരണ സൂചി കൊണ്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ലേ. അപ്പം ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഡ്രസ്സെല്ലാം ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരെ താഴേക്കുള്ളതാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് നമ്മളത് ചെയ്യണത്. എല്ലാം 5 ബീഡ്സ് വെച്ചിട്ട് ഇതേപോലെ താഴേക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ മേളിലേക്ക് കുത്തിയെടുത്ത് ഓരോ ബീഡ്സിനുള്ളിലൂടെ കടത്തി സെക്യൂറാക്കി എല്ലാം അതുപോലെ തന്നെയാണ് ചെയ്യണത്. പിന്നെ ഏറ്റവും അവസാനം വരുമ്പോൾ നമ്മൾ ആ ഒരു റൗണ്ട് ബീഡ്സും കൂടി വെച്ച് കൊടുക്കും. അത്ര ചെയ്യുന്നുള്ളൂ കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ടും പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ് നമ്മൾ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരി വർക്ക് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. അതായത് ആരി സൂചി കൊണ്ട് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. അപ്പം നമുക്കിങ്ങനെയൊക്കെ ചെയ്ത് ഡ്രസ്സ് ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പം കാണുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇതേപോലെയാണ് നമ്മൾ ബാക്കി എല്ലാ ലൈനുകളും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾ ഫസ്റ്റ് കണ്ടല്ലോ, അതേപോലെ വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ആരി സൂചി കൊണ്ട് ചെയ്താൽ മാത്രമല്ല, നോർമൽ സൂചി കൊണ്ട് ചെയ്താലും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം എല്ലാവരുടെ നാട്ടിൽ മഴയാണല്ലോ അല്ലേ? നമ്മുടെ ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ മഴയുടെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് അതർ സൗണ്ട്സ് ഒരുപാട് വരുന്നുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ. അപ്പോൾ അല്ലാത്ത സമയങ്ങളില്ലല്ലോ നമുക്ക്. മഴയില്ലാത്തൊരു സമയം നോക്കി ഡബ് ചെയ്യാനുള്ള സൗകര്യക്കുറവൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് കരുതുന്നു.
അപ്പോൾ ഇതേപോലെ ഞാൻ ബീഡ്സ് വർക്ക് നേരത്തെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ആർക്കെങ്കിലുമൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കയറി നോക്കുക, കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഫൈനലായിട്ട് ലാസ്റ്റ് ഇതുപോലെ നമ്മുടെ റൗണ്ട് ബീഡ്സും കൂടെ വെച്ച് കൊടുക്കും. അപ്പം നമ്മുടെ ആ ഒരു ലൈൻ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ലൈൻസും ഫില്ല് ചെയ്തെടുക്കുക. എല്ലാം ഫില്ല് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫൈനൽ ലുക്ക്, നമ്മുടെ ഔട്ട് ലുക്ക് വരുന്നത് ഇതേപോലെയാണ് നമ്മളിപ്പം ചെയ്തെടുത്തേക്കണം. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം എല്ലാ ലൈൻസും ഇതേപോലെ തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കണത്. നല്ല രസമായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പം ആ ഒരു ഫിനിഷിംഗ് ഒക്കെ കിട്ടും. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് ബീഡ്സ് ചേർത്തെടുക്കാതിരുന്നാൽ മതി, 5 ബീഡ്സ് കൂടുതൽ എടുക്കാതിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് കിട്ടണം കേട്ടോ. നല്ല രസമായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പോൾ മേളിൽ ഞാൻ പറഞ്ഞ പോലെ ആ മേളിൽ 2 എണ്ണം വേണമെങ്കിൽ 2 ലൈനായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നത്. പിന്നെ ഈ നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു.